കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അരളിയാണ്. അരളി അത് ദോഷമാണോ നല്ലതാണോ, അത് എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്നൊക്കെ പലരും പല എക്സ്പ്ലെയിനർ വീഡിയോസിലും അതുപോലെ ഒരുപാട് ഡോക്ടേഴ്സും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അരളി ബാധിക്കുന്നത് എവിടെയൊക്കെയാണ്, അത് ഏതൊക്കെ മേഖലകളിൽ അത് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശരിയായ വശങ്ങൾ അത് അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്നൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള പല പല ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം പ്രൊമോ സാർ, എന്താണ് ഈ അരളി? അതൊരു വിവാദമല്ല, പക്ഷേ അരളി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആരാധന ഉൾപ്പെടുന്നുണ്ട്, ആരോഗ്യം ഉൾപ്പെടുന്നുണ്ട്, ബിസിനസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് അരളിയിൽ സംഭവിക്കുന്നത്? അല്ല, അരളിപ്പൂ വിഷം ഉൾക്കൊള്ളുന്നതാണ്. അരളിച്ചെടി, അതിൻ്റെ ഇലകൾ ഒക്കെ വിഷം കലർന്നതാണ്, വിഷം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത് നമ്മൾ ഒരു പുതിയ അറിവല്ല. ആരൊക്കെയോ അതൊരു പുതിയ കണ്ടുപിടുത്തം. ഇപ്പോൾ ഹരിപ്പാടെ ആ ഒരു യുവതിയുടെ വളരെ വേദനാജനകമായൊരു അന്ത്യം, അതിൻ്റെ കാരണം ഇത് തന്നെയാണ് എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ വന്നതായിട്ട് ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ അതല്ലാതെ മറ്റൊരു കാരണം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാണ് സംശയിക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ വാസ്തവം ഉണ്ടാവാം. ഇപ്പോൾ അരളി ആരും ഇതുവരെ അങ്ങനെ അരളിക്കായ കഴിച്ച് മരിക്കാറുണ്ട്, ആത്മഹത്യ ചെയ്യാറുണ്ട്, അരളിക്കായ കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാറുണ്ട്. അരളിപ്പൂ ചവച്ചതുകൊണ്ടോ അതിൻ്റെ ഇല അറിയാതെ ചവച്ചു പോയതുകൊണ്ടോ ഒന്നും ആരും അങ്ങനെ മരിച്ചതായിട്ട് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് ഉൾപ്പെടെ ആ ചെടിയുടെ എല്ലാ ഭാഗവും വിഷം കലർന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നേരത്തെ ഈ അരളി ചെടിയെക്കുറിച്ച് ആർക്കും അറിയാത്തതല്ല. അതുകൊണ്ട് തന്നെ അത് വീടിൻ്റെ പരിസരത്തൊന്നും അരളി ചെടി നടരുത് എന്ന ഒരു കാഴ്ചപ്പാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മനോജ് കുറൂറുമായിട്ട് സംസാരിക്കുന്നു. മനോജ് കുറൂർ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന നോവലിൽ ഈ അരളിച്ചെടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സമാനമായ ഒരു ചെടിയെക്കുറിച്ചും കൂടി അദ്ദേഹം പറഞ്ഞു. ഇത് രണ്ട് ചെടികൾ അദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പനയിൽ ചില കാര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കുറൂറിനെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, അതിന് അരളിച്ചെടിക്ക് അത് പുറത്ത് നമുക്ക് കാണാൻ കഴിയാത്ത മനോഹരമായ പൂക്കളാണല്ലോ. അപ്പോൾ ആ മനോഹാരിതയ്ക്കുള്ളിൽ ഒരു വിഷം അടക്കി വെച്ചിട്ടുണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് പണ്ടേ അറിയാവുന്നതാണ്. അതുകൊണ്ട് വീടിന്റെ പരിസരത്തൊന്നും അത് നടാറില്ല എന്നുള്ളതാണ്. പക്ഷേ വേലിയിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ. യഥാർത്ഥത്തിൽ അത് പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു എന്നാണല്ലോ. യഥാർത്ഥത്തിൽ അരളിച്ചെടി, അരളിപ്പൂക്കൾ ആരാധനയ്ക്ക് ഉപയോഗിക്കാറില്ല. ഒരു കാലത്തും അതും പരമ്പരാഗതമായി അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് മനോജ് കുറൂർ ആരാധന രീതികളെക്കുറിച്ചും പൂജാ രീതികളെക്കുറിച്ചും നന്നായി അറിയുന്ന ആളാണ് അദ്ദേഹം കൂടി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിവേദ്യത്തിൽ അത് ഇനി അങ്ങോട്ട് നിവേദ്യത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നിറമാല, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പൂജകൾക്ക് മാല കെട്ടുമ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് ഉൾപ്പെടെ ഇനി മാറ്റേണ്ടി വരും, ഒരുപക്ഷെ ഇത് കൺഫേം ചെയ്ത് വരികയാണെങ്കിലാണ്. പക്ഷേ എനിക്ക് കേട്ടടുത്തോളം അതിലൊരു ഏറ്റവും തമാശയായി തോന്നിയ ഈ അരളി എങ്ങനെ വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ദേവനും അരളി നേദിക്കേണ്ട ഒരു കാര്യം എവിടെയും പിന്നെ പ്രമാണപ്രകാരം പറയുന്നില്ല. ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂക്കളും ഇലകളും ഒക്കെ അല്ലേ? അല്ല, കൂടുതലും വരുന്നത് തുളസിയാണ്, തെച്ചിയാണ്, മന്ദാരമാണ്. മന്ദാരം തന്നെ ആവശ്യമില്ല, ചിലപ്പോഴത് ചേർക്കും എന്നുള്ളതാണ്. തെച്ചിയും പിന്നെ തുളസിയുമാണ് ഈ സാധാരണ നിലയിൽ ഈ പൂജയ്ക്ക് ഉപയോഗിക്കുകയും പിന്നെ നിവേദ്യമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്യുന്നത് അതാണ്. അപ്പൊ തെച്ചിയും പിന്നെ തുളസിയും ആണെങ്കിൽ ഒരു തരത്തിലും പിന്നെ ദ്രോഹമില്ല എന്ന് മാത്രമല്ല, അത് ഔഷധ ഗുണമുള്ളവയുമാണ് ഈ രണ്ട് ചെടികളും. അപ്പോൾ അതാണ് ഉപയോഗിച്ചത്. അതിൽ തന്നെ ഈ ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെ ഓരോ നിബന്ധനകളുണ്ട്. അവർ അതിനനുസരിച്ച് മാത്രമേ പൂജ നിർവഹിക്കാറുള്ളൂ. ഇപ്പോൾ ശിവനെ സംബന്ധിച്ചിടത്തോളം കൂവളം ആണത്രേ, കൂവളത്തിൻ്റെ ഇലകളാണ്. അത് പൂക്കൾക്ക് തുല്യമായൊരു കാഴ്ചയുള്ളതാണ്. കൂവളത്തിൻ്റെ ഇലകളാണ് ശിവന് ഇഷ്ടം. അതുപോലെ ഭദ്രകാളിക്കൊക്കെ ചെമ്പരത്തി പൂവ് ഇഷ്ടമാണ്. അപ്പോൾ ചെമ്പരത്തി പൂവും പിന്നെ കൂവളവും ഒക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം തരത്തിലുള്ള അത് പണ്ട് മുതലേ അങ്ങനെയുള്ള ആചാരവും അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടും അങ്ങനെ ഒരു സങ്കല്പമൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ച് പോരുന്നു. പക്ഷേ അരളി ഇതിലെവിടെയും പെട്ടിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അരളി ധാരാളമായി തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നുണ്ട്. വലിയ ബിസിനസ്സാണ് അരളി. പിന്നെ ഇവിടുന്ന് തോവാളയിൽ നിന്നും അതുപോലെ തന്നെ കൊല്ലത്ത് തെങ്കാശിയിൽ നിന്നും ഒക്കെ ആയിട്ട് ധാരാളമായി കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാൻ പോവാണ്. 300 കിലോ പിന്നെ ഒക്കെ പൂക്കൾ വിറ്റ് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ
അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിന്റെ കാഴ്ച ഭംഗി കൊണ്ട് ഒരുപക്ഷെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു കമന്റ് പറയുകയല്ല, പക്ഷെ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഒരു വിദഗ്ധ അഭിപ്രായം, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് ഇനി കഴിയുന്നതും ഏത് പരിസരത്ത് നിന്നും ഒഴിവാക്കുന്നതിനാണ്. നല്ല ബ്യൂട്ടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ദൂരെ എവിടെയെങ്കിലും, നമ്മുടെ എനിക്ക് തോന്നുന്നു പാതയോരങ്ങളിൽ ധാരാളം കാണുന്നുണ്ട്, മീഡിയനിൽ ധാരാളം നട്ടുപിടിപ്പിച്ചതായിട്ട് കാണാറുണ്ട് അരളിച്ചെടി. അതല്ലാതെ വീടുകളുടെ പരിസരത്ത് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതും. പൂജയിൽ നിന്നും മറ്റു ഒഴിവാക്കുന്നത് പറഞ്ഞാൽ സാർ ഈ പായസത്തിൽ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഓർത്തത്, മറ്റേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം ഉണ്ടല്ലോ, അതിലിട്ട് ഞാൻ ആലോചിച്ചു അതെന്താ അങ്ങനെ ചെല്ലുന്നത് അപകടം തന്നെയാണെന്നുള്ളത് പണ്ടേ ഉള്ള കാര്യമാണ്. അത്ഭുതമാണ് ഈ യുവതി. പണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തപ്പോൾ അത് ഞെട്ടില്ല. അത് ഈ പൂക്കളുടെ കൂടെ ഇടുന്നതാണ്, ഈ തെച്ചിയൊക്കെ ഇടുമല്ലോ അതിന്റെ കൂടെ. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നതിന് മറ്റു തടസ്സങ്ങളില്ല പ്രാമാണികമായി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു ഇൻപുട്ട്. അത് ഞാൻ പറയുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ തർക്കം എന്നുള്ളത്? ശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങളും തെളിയിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കറിയാം എല്ലാത്തിനും രണ്ട് ഭാഗം പിടിക്കുന്ന ആൾക്കാരുള്ളൊരു നാട്ടിലാണ് നമ്മളപ്പം. ഇവിടെ ഇതിനും തർക്കമാണ്. ഒരാൾ മരിച്ചു, ഇന്നിപ്പോൾ ഒരു പശു ചത്തു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അരളിപ്പൂവിന് വേണ്ടി ഇവിടെ ഒരു ബലാബലം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നടത്തേണ്ട കാര്യം എന്താന്നുള്ളതാണ്. അല്ല, ഫൈറ്റിന്റെ കാര്യമൊന്നുമില്ല. എന്താണോ സയൻസ് നമ്മളോട് പറയുന്നത് നമ്മൾ അത് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഇതിനകത്ത് ആധികാരികമായി എന്താ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന്റെ പേര് അതിനകത്ത് അകത്തുള്ള ഈ രാസവസ്തുവിന്റെ പേര്. അപ്പോൾ ഈ ആധികാരികമായി പറയുന്നത് പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫൈനൽ ഒരു റിപ്പോർട്ട് വരാൻ, ഒരു ടെസ്റ്റ് റിപ്പോർട്ട് വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിനെ തീരുമാനം എടുക്കാനെന്നാണ് അവർ പറയുന്നത്. ബോട്ടണിക്കാർ പറയേണ്ടത്, ഞാൻ BSc സുവോളജിയാണ്, അപ്പോൾ എൻ്റെ പരിമിതി അത്രയും കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടണിക്കാരെ പറയുന്നത് എഴുതിയതൊക്കെ വായിച്ച പ്രകാരമായിട്ടാണെങ്കിൽ ഇത് ഗുരുതരമായ കുഴപ്പമാണ്. കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കെമിക്കലാണ്, അതിൻ്റെ കെമിക്കലാണ്. അപ്പോൾ അത് എന്നിട്ട് കത്തിക്കുന്ന പുക പോലും വിഷാംശമായിട്ട് മാറും. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ വേണമെന്നാണ് എനിക്ക് തോന്നുന്നു. സാറ് ഇപ്പോൾ എല്ലാ പോയിന്റും പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മുടെ പരിസരത്ത് അരളി മാത്രമല്ലോ, നമ്മുടെ ലൈഫിനെ ബാധിക്കാവുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരുപാട് ചെടികളുണ്ട്. ചെടികൾ നോക്കുമ്പോൾ അതിൻ്റെ എന്താണ്, ഓരോ ചെടിയും അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി കൂടി പല സംഗതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ചിട്ടുണ്ടാവും, അതിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ ആ അതിനകത്തുണ്ടാകുന്ന ഈ കെമിക്കൽ ഫോർമേഷൻ ചിലത് ഭയങ്കരമായിട്ട് നമുക്ക് ഹാംഫുള്ളാണ്, ചിലതാവട്ടെ നമ്മൾ മരുന്നിന് പോയി ഉപയോഗിക്കും, ഒരു ഔഷധ സ്വഭാവമുള്ളതായിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, കാഞ്ഞിരം ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന വിഷാംശമുള്ള ഒന്നാണ്. എരുക്കെന്ന് പറയുന്ന സംഗതി വിഷമുള്ളതാണെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഒതളങ്ങിയ കുഴപ്പമാണ്, അത് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഇത് ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഒരു പൂ ഒരിക്കലും കഴിക്കേണ്ട സാധനമല്ല ഇത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു സൂക്ഷ്മതയും ഒരു വർഗീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാടും നമുക്ക് വേണ്ട. ഇത് വിഷമാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. വിഷമായൊരു സംഗതി നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതചര്യയിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുക. അതിപ്പോൾ ഏതിനെയായാലും മാറ്റി നിർത്തിയാൽ പൂർണ്ണാർത്ഥത്തിൽ മാറ്റം ചോദിച്ചാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. ഇത് പൂർണ്ണമായും നശിപ്പിച്ച് കളയാന്നൊക്കെ വെച്ചാൽ ഇതിനെ എന്തൊക്കെയോ ക്യാൻസർ ആൻഡ് കുഷ്ഠരോഗം പോലെയുള്ള സംഗതികൾക്കകത്ത് മരുന്നുണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ എസൻസ് ഒക്കെ എടുക്കുന്നൊക്കെയുള്ള വായന കണ്ടു. ഞാൻ ഇങ്ങനെ ചില ടെക്സ്റ്റുകൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എനിക്ക് തോന്നുന്നു, ഇത് വിഷത്തെ മനസ്സിലാക്കി മാറ്റി നിർത്തുക, അതിനെ നമ്മൾ വായിലെടുത്ത് ചവയ്ക്കുന്ന സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതിനപ്പുറമുള്ളൊരു സീരിയസ് തിങ് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ചില ചെടികൾ ഇപ്പം നമ്മൾ ഈ പച്ചമരുന്ന് എന്ന നിലയിൽ ധാരാളം സംഗതികൾ നമ്മുടെ മുമ്പിലെത്താറുണ്ടല്ലോ, അത് കഴിച്ചാൽ പെട്ടെന്ന് മാറും അങ്ങനെ. പക്ഷേ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എന്ന് വെച്ചാൽ അത് തന്നെ ഒരു അങ്ങനെയുള്ള പച്ചമരുന്ന് എത്രത്തോളം ലിവർ ടോക്സിക് ആണ് എന്നതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു ഗവേഷണ ശാഖയൊക്കെ വികസിപ്പിച്ച് അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത അലോപ്പതി ഡോക്ടർമാരുണ്ട്, സ്പെഷ്യലിസ്റ്റുകളുണ്ട്. എറണാകുളത്തൊക്കെ അങ്ങനെയുള്ള ആളുകൾ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ നമ്മളൊരു അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെയുള്ള വല്ലതും കൂടി കഴിച്ചിട്ടുണ്ടോ, ലിവറിനൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നവർക്ക് ഇങ്ങനെ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കുന്ന ഒരു സംഗതിയും കൂടി അവരിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ ചിരിച്ചു കളയേണ്ട ഒരു കാര്യമാണ്. എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അരളിയുമായി ബന്ധപ്പെട്ടതാണ് സയൻസ് പറയുന്നത്, ഫോളോ ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് വലിയ തർക്കത്തിൻ്റെ കാര്യമൊന്നുമില്ല. സയൻസ് പറയുന്നു, നമുക്ക് ഉദാഹരണങ്ങൾ വരുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുക. എന്തായാലും ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.